സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സിലോലിപ്പിച്ച ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. ഈ മുട്ടക്കറി പലരും കഴിച്ചിട്ടുണ്ടാവും, അത് ഇതല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ ഇതിൽ സ്പെഷ്യൽ മുട്ടക്കറി ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഉള്ളി എഴുതിയിട്ടു ഇതാ ഇത് പരിധി ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു ഏലക്കായ ഇട്ടു, 2 ക്ലോസ് ഇട്ടു, ഒരു പട്ട കഷ്ണം ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഫ്രൈ ചെയ്യും. ഉള്ളി നല്ലപോലെ ഫ്രൈ ചെയ്യും. ഒരു കുറച്ച് കറിയിൽ ഉപ്പിടുന്നതല്ലേ, ഇവിടെ ഉപ്പ് അതിലിട്ടുണ്ട്. കാരണം ഉള്ളി വേഗം മൂട്ടി കിട്ടും. അതിൽ മുട്ട കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇടണം, ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് മുളക് പൊടി, ഈ ഉള്ളി അരിഞ്ഞത്, കുറച്ച് ഉള്ളി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് ഇത് അരിക്കണം. ഉപ്പിടുന്നതിന് മുമ്പ് 3 മുട്ടേനെ ഒരു കണക്കിനുള്ള ഉപ്പിടണം, കൂടുതലിടരുത് കേട്ടോ. നമുക്ക് മസാല പാൻ അടുപ്പിൽ വെച്ചു. ഇതാ തീ കത്തിച്ചു. ഞാൻ ഇവിടെ ഉള്ളി കാലാവട്ടെ. ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്നുകൂടെ നല്ലപോലെ മൂക്കട്ടെ. അവിടെ കിടന്ന് മൂക്കട്ടെ. ഇവിടെ ഞാൻ ഓംലേറ്റിൻ്റെ കാര്യം കുറച്ച് ഓയിലിട്ടു. പാൻ ചൂടായി. ഇല്ല മുട്ട വയ്ക്കും. ആദ്യമായിട്ടിടുന്നത് ഇനി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു. ലേശിട്ടു. മല്ലിപ്പൊടി ലേശിട്ടു. 1/2 ടീസ്പൂൺ ഗരം മസാല അതും ഇട്ട് ഈ മുട്ട നമുക്ക് പീസസായിട്ട് മുറിക്കാം. ഇത്തിരി കുരുമുളക് പൊടി ഇടണം കേട്ടോ. അത് തിളച്ച് വന്നു. ഈ കറിയിൽ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർക്കുക കേട്ടോ. സ്മാഷ് ചെയ്ത് ചേർക്കുക. കുറച്ച് ഉരുളക്കിഴങ്ങ്, ഒരു കഷ്ണം, ചെറിയ പീസ്. നിർബന്ധമില്ല, നിങ്ങൾക്ക് പരിപ്പ് ചേർക്കാം. ഞാൻ ഉരുളക്കിഴങ്ങാണ് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങോ പരിപ്പോ എന്ത് വേണമെങ്കിൽ അതിനെ ഒന്ന് നമുക്ക് തിക്നെസ് കൊടുക്കുക. റെഡിമെയ്ഡാണ് കോക്കനട്ടിലേക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലുണ്ടാക്കാം. ഒരു കഷ്ണം പകുതി ഹാഫ് തേങ്ങയുടെ മതി, തേങ്ങാപ്പാൽ. വെറുതെ കുറച്ച് പേര് തേങ്ങാപ്പാൽ കേട്ടോ. നിർബന്ധമൊന്നുമില്ല. ഞാൻ വിളിച്ചു ഉള്ള പോലെ ആക്കാം. ഞാനിപ്പോൾ വലിയ സൈസായിട്ടിരിക്കണേ. അത് വേണമെങ്കിൽ ഒന്നും കൂടെ ചെറുതാക്കാം. ഓരോന്ന് എടുത്തില്ല, എന്നിട്ടൊന്ന് കളിപ്പിക്കാം. ഇതിൽ ഡിപ്പ് ചെയ്ത് കേട്ടോ. കറിവേപ്പില ഇട്ടു. മതി, കറി കലായി. ഇനി അതിനെ ബൗളിൽ പകർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുട്ടക്കറി കലായി. സ്പെഷ്യൽ മുട്ടക്കറിയുടെ നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല ഈസി ടു മേക്ക് ഓൾസോ. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ഇത് റൊട്ടിക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ലത്. അത് കാരണം കൊണ്ടാണ് ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ചെയ്ത് നോക്കുകയായിരുന്നു. ഓംലേറ്റ് ഉണ്ടാക്കും. ഓംലേറ്റ് ഒരു പഫി ആക്കണം. അങ്ങനെ നീക്കി കൊണ്ടുപോയി അതിന് മുറിച്ചിട്ട് അതൊരു പഫി ആയിട്ട് കിട്ടും.
അതിനെ കൂട്ടാനിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. ഷെയർ ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാൻ മടിക്കരുത് എന്ന് സുലോചന ടീച്ചർ.